അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നത് ഏതൊരു മുസ്ലിമിനും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ സമസ്ത എന്ന വലിയ ഒരു സംഘടന, അതിലെ വലിയ നേതാവായ അബൂബക്കർ മുസ്ലിയാർ, എ.പി. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ജനങ്ങളെ ആ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നതിനു പകരം ചില വ്യക്തികളിലേക്ക് മഹാന്മാരാണ് എന്ന് സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ മഹാന്മാരായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ചില ആളുകളിലേക്ക് ആളുകളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു അനുഭവം, അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഒന്നും ഉറപ്പുള്ള കാര്യമല്ല. ഇനി അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇസ്ലാമികപരമായി അത് തെറ്റായ ഒരു വിഷയം കൂടിയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് ശ്രവിക്കാം. കെട്ടി ദ്വാ കഴിഞ്ഞാൽ തലയെ കെട്ടെടുത്ത് മേശപ്പുറത്ത് വെക്കും. എന്നിട്ടാണ് വയറ് പറയുന്നത്. ഇങ്ങനെ വയറ് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതെന്തിനാ തലയെ കെട്ട് എടുത്ത് വെച്ചാണെന്ന് തിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായൊക്കെ നനഞ്ഞിട്ട് വിയർപ്പ് ഇങ്ങനെ ഒലിക്കുന്നുണ്ടല്ലോ, ഈ വിയർപ്പുള്ള ഞാൻ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് വയറ് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൂച്ചടച്ചിട്ട് വയറ് പറയാൻ കഴിയൂല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് അപ്പം പല വാക്കിൻ്റെ ഗൗരവം, നാളെ മുതൽ നിങ്ങൾക്ക് ആ രോഗം ഇല്ല. രോഗം പറഞ്ഞപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് ആ രോഗമില്ല എന്ന് ആദ്യം പറഞ്ഞു. ഇനി ആ വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടെ കൂടുന്ന വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്ക് ശ്രവിക്കാം. ഒരൊറ്റപ്പുറത്തിനൊക്കെ പറയും അള്ളാഹു ശിവയാക്കട്ടേതോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കൊള്ളുന്നൊന്നുമല്ല, നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമില്ല. കേട്ടോ, അള്ളാഹു ശിഫയാക്കട്ടെ എന്നോ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കോളുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ അള്ളാഹുവിനേക്കാൾ വലിയ സ്ഥാനമായിക്കൊണ്ട് CM മടവൂരിനെ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഒരു രോഗം വന്നാൽ ആ രോഗം മാറ്റിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ആ വിഷയം നമുക്ക് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വർത്തമാനം നമുക്ക് അള്ളാഹു പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ അള്ളാഹു രോഗം നൽകുന്നവനാണ്, അവൻ രോഗം ശിഫയാക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കേണ്ടത് ആരോട്, പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത് ആരോട്, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. അതുപോലെ തന്നെ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പഠിപ്പിക്കുന്നു. രോഗം ഇനി ഇല്ല എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? ഒരു ഡോക്ടർ പോലുമല്ല, സബബുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് രോഗം മാറ്റാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ, സബബുകളില്ലാതെ, കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ ഇനി രോഗമില്ല എന്ന് പറയാൻ മാത്രം അള്ളാഹുവിനേക്കാൾ വളർന്ന ഒരു വ്യക്തിയായി മാറിയോ CM എന്നുള്ളത്? അദ്ദേഹത്തിൻ്റെ ആ വാക്കിൻ്റെ ഗൗരവം അള്ളാഹു മാറ്റിത്തരുമെന്നോ എന്നുമല്ല പറഞ്ഞത് എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനേക്കാൾ വലിയ ഒരു വ്യക്തിയായിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെക്കുറിച്ചും പറഞ്ഞത് ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മുൻകടന്നവരാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വയദ്ഊനന റഗബൻ വറഹബ, അവർ പേടിയോടുകൂടിയും പ്രത്യാശയോടുകൂടിയും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ ഇവിടെ CM അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചിട്ടല്ല, നിങ്ങൾക്കിനി ആ രോഗമില്ല എന്ന് തീർച്ചപ്പെടുത്തി പറയുകയാണ്.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഗൗരവമുള്ള വാക്ക് എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ശിഫയാക്കുമെന്നല്ല പറഞ്ഞത് എന്ന്. ഇനി ആ രോഗമില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ രോഗമില്ലാതെയായിപ്പോയി എന്ന രൂപത്തിൽ ചില കഥകൾ ഇവിടെ സമൂഹത്തിലെ ആളുകളിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ഇസ്ലാമല്ല. അള്ളാഹു ഇസ്ലാം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് നിയോഗിച്ചുകൊണ്ടും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ എങ്ങും കാണാത്ത മായാവി കഥകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാം പ്രചരണമാണ് ഇവരുടെ കൈകളിലുള്ളത് എന്നത് മനസ്സിലാക്കി ഇത് യഥാർത്ഥ ഇസ്ലാമല്ല, യഥാർത്ഥ ഇസ്ലാം അത് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവാചകൻ്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ ജീവിതമാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുവാനും പരലോക ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.